അമൃത, അന്വേഷണം കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ റൂറൽ SP സുദർശൻ KS നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം പെരുമലയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ക്രൈം സീൻ അടക്കം പരിശോധിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ അഫാൻ നൽകിയിരിക്കുന്ന മൊഴി എന്ന് MLA പറഞ്ഞ നിലയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അത് ഉറപ്പിച്ചിട്ടില്ല പോലീസ്. ആ തരത്തിലുള്ള ഒരു മോട്ടീവാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉള്ളത് എന്ന് ഉറപ്പിച്ച് പറയാൻ ഇപ്പോഴും കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പോലീസ്. കൂടുതൽ അന്വേഷണം ആ ദിശയിൽ നടത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ മോഡസ് ഓഫ് ഓപ്പറാൻഡി, കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ട്. 3 ഇടങ്ങളിലും കൊലപാതകം നടത്തിയത് ഒരേ ആയുധം കൊണ്ടാണെന്നും അത് ചുറ്റികയാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ പെരുമലയിലെ വീടിനുള്ളിൽ ആ ചുറ്റിക ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത് പോലീസ് കണ്ടെടുക്കേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു തെളിവായിരിക്കും ഈ കേസിൽ എന്നുള്ളത്. ആ നിലയിലുള്ള സൂചനകൾ പോലീസിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴും കൂടുതൽ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഈ നിലയിൽ ക്രൂരമായി കൊലപാതകം ചെയ്യാൻ ഈ 23 വയസ്സുകാരന് പ്രേരണയായത് എന്ത് എന്ന ചോദ്യം പോലീസിനെ വലിയ രീതിയിൽ കുഴയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വിശദമായ അന്വേഷണം ആ നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ചികിത്സയിലുള്ള ഗോകുലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ മാതാവിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. എന്നാൽ ചെറിയ തോതിൽ ചികിത്സയോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. രക്തം കയറ്റിയിട്ടുണ്ട് ശരീരത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ ചെറിയ പ്രതികരണങ്ങൾ, സംസാരിക്കുന്നതടക്കമുള്ള ചെറിയ തോതിലുള്ള പ്രതികരണങ്ങൾ ചികിത്സയോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അഫാന്റെ മാതാവ് എന്നുള്ളതാണ്. ഈ വലിയ ക്രൂര കൊലപാതകത്തിൽ, കൂട്ടക്കൊലപാതകത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ എന്നുള്ള നിലയിലാണ് മാതാവിനെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും നാട്ടുകാരുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയെ പോലെ ഏതെങ്കിലും ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ കുടുംബത്തിനില്ല. ആ നിലയിൽ ഇപ്പോൾ ഒരുപക്ഷെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചത് എന്ന വിശദീകരണം അഫാൻ നൽകിയിട്ടുള്ളത്. മറ്റൊരു വിഷയം അഫാന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിലവിൽ ഉള്ള പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ അഫാന് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സംശയം ചോദിക്കട്ടെ, ഈ പോലീസ് അവിടെ എത്തി പരിശോധിക്കുന്നത് വരെ ഈ കൊലപാതകത്തിന്റെ വിവരങ്ങളൊന്നും തന്നെ പ്രദേശവാസികൾക്കോ നാട്ടുകാർക്കോ അറിയില്ലായിരുന്നു എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് എത്തിയതിനു ശേഷമാണോ ഇത്തരത്തിൽ ഈ ഗുരുതരാവസ്ഥയിൽ കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി സഹോദരങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ പാങ്ങോട് ഈ മരണം നടന്ന സ്ഥലത്തുണ്ട്. ഇവിടുത്തെ 2 പേരെ മാത്രം കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്താണെന്ന് പലതവണ വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ ഞാനിവിടെ നിന്നൊരു 4 കിലോമീറ്റർ പനവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. അപ്പോൾ അവിടെ നിന്ന് ഇത് അന്വേഷിക്കാനായിട്ട് ഞാനിവിടെ വരുമ്പോഴാണ് ഇവിടുത്തെ ആൾക്കൂട്ടവും പോലീസുമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. അകത്ത് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ വളരെ മോശമായിട്ട് മാമ എന്തേ അല്ലല്ല, ഞാൻ പനവൂര താമസിക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള വേറെ ഫാമിലി പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ടൊന്നും അറിയില്ല. കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ ഫാദറിലോട് തന്നെ അനുജന്റെ മകനാണെന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ പയ്യനെ ഞാൻ ഏകദേശം അവനിപ്പോൾ 23 വയസ്സെന്ന് പറയുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരു 7 വർഷം മുന്നേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വെഞ്ഞാറമൂടാണ് ആള് താമസിക്കുന്നത്. എന്തേ അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു ബന്ധത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. 23 വയസ്സേ ഉള്ളൂ. ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമേ അറിഞ്ഞുള്ളൂ. ഇത് എന്താണ്, എങ്ങനെ സംഭവിച്ചു, എന്ത് കാരണം എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമല്ല. ശരി. ഓക്കെ.